അൽ ബാരി എന്ന പേരാണ്. അത് അൽ ബാരി എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖ്, സൃഷ്ടിക്കുന്നവൻ. അൽ ബാരിന്റെ അർത്ഥം അൽ ഖാലിഖ്, സൃഷ്ടിക്കുന്നവൻ. അപ്പൊ അതിനോട് യോജിക്കുന്നത് ഖദീർ എന്ന പേരല്ലേ, കഴിവുള്ളവൻ, പിന്നെ സൃഷ്ടിക്കുന്നവൻ. അപ്പം ഖദീർ എന്നായിരിക്കാം എന്നുള്ള അഭിപ്രായങ്ങളും ഉണ്ട്. പണ്ഡിതന്മാർ ആ രീതിയിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഖദീം എന്ന പേരെന്തില്ല, അള്ളാഹിന്റെ ഇസ്മായിട്ട് പറയാവുന്നതല്ല. മറിച്ച് എന്താണ്, ഖുർആനിലും ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ട ഇസ്മ എന്താണ്, അൽ ആഖിർ അല്ലേ, അൽ അവൽ അൽ ആഖിർ ഹുവല്ലാഹിറുൽ ബാത്തിൻ അല്ല ആയത്ത്. പിന്നെ അത് എന്ത് ചെയ്യും, ഇസ്മിനെ അറിയിക്കുന്ന ഇഖ്ബാറാണ്. ബാബുൽ ഇഖ്ബാരി ഔസഉ മിൻ ബാബി സിഫാത്ത്, അങ്ങനല്ലേ. ബാബുൽ ഇഖ്ബാർ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഖബർ പറയാം, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാം, പക്ഷെ അതെന്താണ്, വിശാലമാണ്. പക്ഷെ അള്ളാഹിന്റെ പേരായിട്ടും